ഹലോ! അപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് മേക്കപ്പിൻ്റെ വർക്ക് ഡേ വ്ലോഗായിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു വ്ലോഗാണ്. പിന്നെ ഈ ഒരു വ്ലോഗിന് കുറച്ചും കൂടെ പ്രത്യേകതയുണ്ട്. എൻ്റെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് വരുന്ന ആദ്യത്തെ ബ്രൈഡാണ്. നമ്മൾ ഇന്ന് പോകുന്നത് നാഗർകോവിലിലേക്കാണ് കേട്ടോ. അപ്പം ലഞ്ച് ടൈമിലാണെന്ന് നമ്മൾ ട്രെയിൻ കയറിയത്. അതുകൊണ്ട് ഉമ്മ എനിക്ക് പൊതിച്ചോറൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ നാഗർകോവിൽ ജംഗ്ഷൻ സ്റ്റേഷനിൽ എത്തി ട്ടോ. അങ്ങനെ അവിടെ എത്തി നമുക്ക് അപ്പം തന്നെ ഈ ഒരു ബഗ്ഗി കിട്ടിയതുകൊണ്ട് ഭാഗ്യം നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ പെറുക്കിയെടുത്ത് ഈ ഒരു വണ്ടിയിൽ പോന്നു. കാരണം പ്ലാറ്റ്ഫോം ടു പ്ലാറ്റ്ഫോം ഈ ലഗേജായിട്ട് നടക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കേസാണ്. നമ്മുടെ എല്ലാ സ്റ്റേഷനിലും ഒന്ന് വരണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. പിന്നെ അവിടുന്ന് വന്നിട്ട് ബ്രൈഡിൻ്റെ ടീംസ് നമ്മൾ പിക്ക് ചെയ്തു. അപ്പോൾ ഈ ലൈറ്റ് ഇട്ടേക്കുന്നതാണ് ബ്രൈഡിൻ്റെ വീട്. തൊട്ടടുത്താണ് നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ബ്രൈഡിനൊക്കെ പോയി കണ്ടു. അവൾ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫസ്റ്റ് ഡേ വന്നിട്ട്. രാവിലെ എണീറ്റു, ഫ്രഷ്നപ്പ് ആയി. ഇനി തൊട്ടടുത്ത വീട്ടിലേക്ക് പോകാനുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ എണീക്കേണ്ട ഒന്നും ആവശ്യം വന്നില്ല. പിന്നെ ഫംഗ്ഷനും കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ട്രോളിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് കയറി. അപ്പോൾ ഇതാണ് കേട്ടോ ബ്രൈഡിൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഒരു എന്താ പറയുക, ഒരു പാകിസ്ഥാനി ലെഹങ്ക പോലത്തെ ഒരു സാധനം. മെറൂൺ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അവരെനിക്ക് ചായയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നു. ദേ വെർ വെരി സ്വീറ്റ് ഫാമിലി, അത് എടുത്ത് പറയണം കേട്ടോ. അവരെനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ദിവസം ഇത് ഉമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കുറേ റിട്ടേൺ ഗിഫ്റ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അസീമയുടെ ഫസ്റ്റത്തെ ലുക്ക് വന്നിട്ട്, മെഹന്തി നൈറ്റ് ലുക്ക് വന്നിട്ട്. ഒരു ഫ്രീ ഹെയർ ഒക്കെയാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ജുംറ ആൻഡ് ആ സാധനങ്ങളൊക്കെ ചോക്കറൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഒരു പാകിസ്ഥാനി ലുക്കാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ബ്രൈഡിൻ്റെ സിസ്റ്റേഴ്സാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞു, നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. എന്നിട്ട് തലപ്പാക്കട്ടി ബിരിയാണി ഓർഡർ ചെയ്തു. ഭയങ്കര ഹൈപ്ഡപ്പ് ആയിട്ടുള്ള ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി ഓർഡർ ചെയ്തതാണ്. അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് ഒരു സാലഡും ഒരു കറി പോലത്തെ സാധനമാണ് കേട്ടോ. അവിടുത്തെ ആൾക്കാരൊക്കെ ബിരിയാണി കറി വെച്ചിട്ടാണ് തോന്നുന്നു കഴിക്കുന്നത്. അപ്പം അതാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കുട്ടി ബോക്സിന് തന്നെ 309 റുപ്പീസായി. പക്ഷെ ആ ഒരു പ്രൈസിന് ക്വാണ്ടിറ്റി വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. റൈസ് കുറച്ചിട്ടും ചിക്കൻ കൂടുതലും ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബോറടിച്ചപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടുത്തെ വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാം അടുപ്പിച്ചടുപ്പിച്ചാണ്. ഒരു മതിൽ കഴിഞ്ഞ അടുത്ത മതിലിൽ ഒട്ടും സ്പേസ് ഇല്ല, അടുപ്പിച്ചടുപ്പിച്ച്. അതെനിക്ക് എന്തോ ഒരു കൗതുകമുള്ള പോലെ തോന്നി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നേരം നടക്കാൻ ഇറങ്ങി. നമ്മൾ തേരൂർ ബേർഡ് സാങ്ച്വറി തപ്പി ഇറങ്ങിയതാണ്. പക്ഷെ എത്തി യുവർ ഡെസ്റ്റിനേഷൻ ഈസ് ഓൺ ദ ലെഫ്റ്റ് എന്ന് പറഞ്ഞപ്പം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെ ഒരു തോടാണ് കണ്ടത്. ഇനി ഇതന്നെയാണോ ബേർഡ് സാങ്ച്വറി എന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ ഇത് ഡേ 2 ആണ് കേട്ടോ. അന്ന് നമുക്ക് അസീമക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഓൾസോ ഇന്നത്തെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഒരു ലാവൻഡർ കളർ സാരി ആയിരുന്നു. സാരി ഡ്രേപ്പിസ്റ്റിനെ അവരെ ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ അവർ നേരത്തെ വന്ന് ഉടുത്തിട്ടൊക്കെ പോയി. പിന്നെ ഹെയർ സെറ്റിംഗ് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തത് ജാസ്മിൻ വെച്ചിട്ടുള്ളൊരു സെറ്റിംഗ് ആയിരുന്നു. അങ്ങനെ മതി എന്നുള്ളത് ബ്രൈഡിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് അസീമയുടെ കംപ്ലീറ്റ് ലുക്ക്. ഓർണമെന്റ് സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു സാരി ലുക്ക് ഇഷ്ടമായോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക. മെഹന്തി നൈറ്റ് ലുക്കാണോ അല്ലെങ്കിൽ ഈ ഒരു നിക്കാഹ് ഡേ ലുക്കാണോ ഇഷ്ടമായതെന്നുള്ളതും എന്തായാലും പറയാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും രാത്രിയായിട്ടുണ്ട്. കാരണം ഇന്ന് 6 o'clock ഫംഗ്ഷൻ ആയിരുന്നു. സോ നമ്മൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് KFC ഓർഡർ ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടുത്തെ ഫുഡിൻ്റെ സ്റ്റൈലും ടേസ്റ്റും ഒന്നും വല്ലാതെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. സോ മോസ്റ്റ് ഓഫ് ദ ഫുഡും ഞാൻ സ്വിഗ്ഗി ത്രൂ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ KFC ഒക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞു. അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ 3rd ഡേ ആണ്. ആക്ച്വലി ഞാൻ രാവിലെ എണീറ്റ് ട്രെയിൻ നോക്കിയ സമയത്താണ് മനസ്സിലായത് രാവിലത്തെ ട്രെയിനൊക്കെ കൂടെ ഈവനിങ്ങിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. സോ അന്നത്തെ ദിവസം പോസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് കയറാൻ വേണ്ടി വന്നിട്ടുള്ളത് നാഗർകോവിൽ ടൗൺ സ്റ്റേഷനിലാണ്. അവിടെ പിന്നെ ബഗ്ഗി സൗകര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്ലാറ്റ്ഫോം ടു പ്ലാറ്റ്ഫോം നടക്കാൻ നല്ല പാടായിരുന്നു ഈ ലഗേജൊക്കെ വെച്ചിട്ട് കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെ അവിടെ എത്തിയപ്പോഴത്തേക്കും രാത്രിയായി. ലൈക്ക് ഭയങ്കര ഈ കാറ്റും മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തി. ട്രെയിനിൽ നിന്നും ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോമിനോസിൻ്റെ ഒരു നോൺ വെജ് ലോഡഡ് പിസയും അതുപോലെ തന്നെ ഒരു പെപ്പർ ബാർബിക്യൂ പിസയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നോൺ വെജ് വാസ് നൈസ്, പെപ്പർ ബാർബിക്യൂ വാസ് നോട്ട് ദാറ്റ് ഗുഡ്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റപ്പോഴത്തേക്കും നമ്മൾ കോഴിക്കോട് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു നാഗർകോവിൽ വ്ലോഗ് വിശേഷങ്ങൾ. ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ.